ഇന്ന് കാലത്ത് മൈക്കിൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞെന്നു. അത് വേറൊന്നല്ല, ഇവിടെ അടുത്ത് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ട്. അവിടെ ഒരു പൊട്ടി പൊളിഞ്ഞ സൂപ്പർ കാർ ഉണ്ടെന്നാണ് പറയണേ. അത് ഏത് സൂപ്പർ കാർ എന്നൊന്നും അറിയില്ല. മൈക്കിൾ പറയണത് ഒന്നെങ്കിൽ അത് ലംബോർഗിനി അല്ലെങ്കിൽ ഫെരാറി ഇരിക്കുന്ന. മൈക്കിളിന് പിന്നെ ഈ വിവരം എങ്ങനെ കിട്ടിയേ അതൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ ഏതായാലും ടോ ട്രക്കും കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോവാം. അത് ഇവിടെ അടുത്ത് തന്നെയാണ്, അധികം ദൂരമൊന്നുമില്ല. പിന്നെ ആ കൺസ്ട്രക്ഷൻ സൈറ്റ് എന്ന് പറയണത് കുറച്ച് വലിയ സൈറ്റാ. വണ്ടി എവിടെ ഉള്ളതെന്ന് എനിക്കറിയില്ല. എന്തുട്ടായാലും ആ വണ്ടി തപ്പാനായിട്ട് കുറേ ടൈം എടുക്കും. ഓക്കെ, ഇവിടെ ഞാൻ ആ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് എത്തിയേക്കാണ്. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ഇത് വലിയൊരു സൈറ്റാണ്. ഇനി ആ വണ്ടി എവിടെയാണോ ഇരിക്കണേ അതിന് പോയിട്ട് തപ്പണം. എനിക്ക് ഇവിടെ എവിടെയൊന്നും കാണാനില്ല. കുറച്ചുകൂടി മുമ്പിലേക്ക് ചെന്ന് നോക്കി നോക്കാം. ഈ വഴി പിന്നെ ഫുള്ള് ഓഫ് റോഡാണ്. ആ ലംബോർഗിനി ഓടിച്ച ആളില്ലേ മിക്കവാറും ഇവിടെ ഓഫ് റോഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ വണ്ടി ഡാമേജ് ഉണ്ടാവുക. ഇവിടെ ഇപ്പോൾ ഈ ടോ ട്രക്കിൻ്റെ തന്നെ അടിതട്ടുണ്ട്. അന്നേരം ആ വണ്ടിയുടെ അവസ്ഥ എങ്ങനെ ഇരിക്കും? ഇവിടെ ഇപ്പോൾ എനിക്ക് ആ വണ്ടീനെ കാണാനില്ല. അത് എവിടെയാണോ ഇരിക്കണേ? ഞാൻ ഇവിടെ കുറേ നേരമായിട്ട് തപ്പിക്കൊണ്ടിരിക്കുക. ഓക്കെ, എനിക്കവിടെ മുമ്പിൽ ഒരു വണ്ടി കാണാനുണ്ട്. ഇതായിരിക്കും വണ്ടി. ഇതാകെ കത്തി കരിഞ്ഞേക്കാണല്ലോ. ഇതൊരു ലംബോർഗിനിയാണ് കേട്ടാ. ലംബോർഗിനിയാണ്, അത് ഉറപ്പാ. ആകെ കത്തി കരിഞ്ഞു. ഈ വണ്ടിയുടെ ഓണർ എന്തുട്ടാണോ ചെയ്തേ? മൈക്കിൾ പിന്നെ നേരത്തെ വിളിച്ചില്ലേ, അന്നേരം പറഞ്ഞത് വണ്ടിക്ക് ഡാമേജ് മാത്രമേ ഉള്ളൂന്നാ, പാർട്സൊക്കെ പോയിന്നാ. ഇതിപ്പോൾ പാർട്സ് അല്ല, വണ്ടി മൊത്തം പോയില്ലോ. നമുക്കെന്നൊരു കാര്യം ചെയ്യാം, ഇത് ടോച്ച് ചെയ്തിട്ട് കൊണ്ടുപോവാം. എന്നിട്ട് ഇത് റിപ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കി വെക്കാം. എങ്ങനെയെങ്കിലും ഇത് പഴയ പോലെ ആക്കണം. ഈ വണ്ടി പിന്നെ ലംബോർഗിനിയാണ്, അതെനിക്കറിയാം. പക്ഷെ ലംബോർഗിനിയുടെ ഏത് മോഡലാണ് അതെനിക്കറിയില്ല. മിക്കവാറും ഇത് ഹുറാക്കനാവും. എന്തുട്ടായാലും ഇത് വർക്ക്ഷോപ്പ് വരെ കൊണ്ടുപോവാം. അവിടെ വരെ കൊണ്ടുപോണത് ഒരു ടാസ്കാ. അല്ല, ഇവിടെ നിന്ന് എങ്ങനെ പുറത്തേക്ക് ഇറങ്ങുക? ഇതിൻ്റെ എക്സിറ്റ് എവിടെയാ? നമുക്ക് ഇതേനെ കയറ്റാൻ പറ്റുമോ നോക്കി നോക്കാം. ഓക്കെ, ഈ വണ്ടി കയറുന്നില്ല കേട്ടോ. എന്നാൽ പിന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ആ കമ്പി വേലി പൊളിക്കേണ്ടി വന്നു. എനിക്ക് വേറെ വഴിയില്ല. അയ്യോ, ആ ലംബോർഗിനി വിട്ടുപോയല്ലോ. ഒരു മിനിറ്റ്, അതൊന്ന് വീണ്ടും ടോച്ച് ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, ഞാനിത് എങ്ങനെയൊക്കെയോ പുറത്തേക്ക് ഇറക്കി. നമുക്കെന്നൊരു കാര്യം ചെയ്യാം, ലോസ് ആൻഡോസ് കസ്റ്റംസ് വരെ പോവാം. ഇതെന്തത്, ഈ വണ്ടി ആടിയിട്ടാണല്ലോ പോണേ. ഈ ലംബോർഗിനിയിൽ ഒരു സൈഡിൽ മാത്രമേ വീലുള്ളൂ, അപ്പുറത്തെ സൈഡിൽ വീലില്ല. ഇതേണ്ടില്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ ആടി പോണേ. എന്തുട്ടായാലും ലോസ് ആൻഡോസ് കസ്റ്റംസ് വരെ പോകാൻ കുറേ ദൂരമുണ്ട്. അതുവരിക്കും നിങ്ങളൊരു കാര്യം ചെയ്യ്, ഈ വീഡിയോ ഇതുവരിക്കും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. എന്നാലേ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 4 ആൾ അറിയുള്ളൂ. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ എന്തായാലും ലോസ് ആൻഡോസ് കസ്റ്റംസിലേക്ക് എത്തിയേക്കാണ്. നമുക്കിനി ഈ വണ്ടി റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം. ഓക്കെ, നമ്മുടെ വണ്ടി എങ്ങനെ റിപ്പയർ ആയേക്കാണ്. എന്താണാവോ, വണ്ടി റിപ്പയർ ആവാൻ കുറേ ടൈം എടുത്തു. എങ്ങനെ ടൈം എടുക്കാണ്ടിരിക്കുക? അത്രയും നല്ല കണ്ടീഷനിലായിരുന്നു വണ്ടി കൊടുത്തത്. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് വണ്ടിയിൽ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യാം. പെയിൻറ്റ് ഞാൻ മാറ്റണില്ല, പെയിൻറ്റ് വെള്ള കളർ കിടന്നോട്ടെ. പിന്നെ ഇതിൽ ടർബോ വെച്ച് കൊടുക്കാം. ടർബോ $2500 മാത്രം ചിലവായിട്ടുള്ളൂ. പിന്നെ എന്നിട്ട് ചെയ്യണ്ടേ? എൻജിനൊന്ന് അപ്ഗ്രേഡ് ചെയ്യാം. ലെവൽ 4 അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, അതിന് $3350 പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യണ? നമുക്ക് ഹോണൊന്ന് മാറ്റി വെക്കാം. ഇതിലിഷ്ടം പോലെ ഹോണുണ്ട്, നമുക്ക് ഈ ഹോൺ അങ്ങ് വെച്ച് കൊടുക്കാം. ഓക്കെ, ഈ ഹോൺ ഞാൻ സെലക്ട് ചെയ്തു. കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ ഇതിലിഷ്ടം പോലെ ഹോണുകളുണ്ട്, നമുക്ക് പിന്നീട് മാറ്റാം. ഞാൻ പിന്നെ ഇത്ര മോഡിഫിക്കേഷൻസ് മാത്രമേ ചെയ്യണുള്ളൂ, ബാക്കി മോഡിഫിക്കേഷൻസ് നമുക്ക് പിന്നീട് ചെയ്യാം. ഓക്കെ, വണ്ടി ഞാനിങ്ങനെ പുറത്തേക്ക് ഇറക്കിയേക്കാണ്. നമ്മുടെ ടോ ട്രക്ക് ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്, തൽക്കാലം അവിടെ ഇരുന്നോട്ടെ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്യാം. ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റിയ സ്ഥലം എയർപോർട്ടാ. എന്നാൽ പിന്നെ നമുക്ക് എയർപോർട്ടിലേക്ക് പോവാം, എന്നിട്ട് ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ എയർപോർട്ടിലേക്ക് എത്തിയേക്കാണ്. ഇവിടെ ടോപ്പ് സ്പീഡൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ പെർമിഷൻ ചോദിക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു ഗാർഡ്സിനോട് പെർമിഷൻ ചോദിക്കാം. ഹലോ, ഗേറ്റ് തുറക്ക്.
ഓ ഞാൻ റോങ് സൈഡിൽ നിൽക്കണേ, നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിൽക്കണ്ടേ. ഓക്കെ, ഇതെന്തത്? ഇവിടെ ഒരു ഗാർഡിനെ പോലും കാണാനില്ലല്ലോ. നമുക്കപ്പോൾ ഹോൺ അടിച്ച് നോക്കാം. ഇതും കേട്ടിട്ട് ആരെങ്കിലും വന്നാലോ? ഓ ഇത് കേട്ടിട്ട് ആരും ഇങ്ങോട്ടേക്ക് വരുന്നില്ല. എന്തുട്ടായാലും വണ്ടിയുടെ ഹോൺ നൈസായിട്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് സൗണ്ട് വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഇപ്പം ആരെയും കാണാനില്ല, നമുക്ക് പതുക്കെ അകത്തേക്ക് കയറാം. ഓക്കെ, നൈസായിട്ട് അകത്തേക്ക് കയറിയേക്കാണ്. വണ്ടിയിൽ സ്ക്രാച്ച് ഒന്നും വന്നിട്ടില്ല. എന്തെങ്കിലും ആവട്ടെ. ഇനി നമുക്ക് ടോപ്പ് സ്പീഡ് പോയിട്ട് ചെക്ക് ചെയ്യാം. ശരിക്കും ഇങ്ങനെ എയർപോർട്ടിലേക്ക് കയറുന്നത് ഇല്ലീഗലാ. നമുക്ക് കാർ എടുത്തിട്ട് റൺവേയിലൊന്നും വരാൻ പറ്റില്ല. ഇതിപ്പോൾ സീനില്ലെന്ന് തോന്നുന്നുണ്ട്. അഥവാ ഇപ്പോൾ സീനായ പോലീസുകാരെന്നെ പിടിക്കേണ്ട സമയം കഴിഞ്ഞു. എന്തെങ്കിലും ആവട്ടെ, നമുക്കിപ്പോൾ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ തന്നെ 200 കടന്നു. എത്ര വരെ പോകുന്നു നോക്കി നോക്കാം. 250 300 അടക്കോ? ഓ 300 എത്താറായതായിരുന്നു. അപ്പോഴേക്കും ഇവിടെ റൺവേ കഴിഞ്ഞു. നമുക്കൊന്നൊരു കാര്യം ചെയ്യാം, ഒരു വട്ടം കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. 3, 2, 1 ഗോ. ഓക്കെ, ഇപ്പോൾ തന്നെ 100 കടന്നു, 200 കടന്നു, 300 കടക്കൊന്ന് നോക്കി നോക്കാം. ഇതെന്തത് 300 ആവാത്ത? 270 80. ഓ 300 എത്തണില്ല. ഈ റൺവേക്ക് നീളം കുറവാ, അതുകൊണ്ടാവും. വണ്ടി നൈസ് വണ്ടിയാ, 300 കിടക്കണ വണ്ടിയാ. എന്തുട്ടായാലും ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ 290 എത്തിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഏതായാലും ഫ്രീ ആയിട്ട് ഒരു വണ്ടി കിട്ടി. എനിക്ക് ഈ കാര്യം പറഞ്ഞു തന്നത് മൈക്കിളാ. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. ഈ കാറില്ലേ, മൈക്കിളിന് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാ. എനിക്കിപ്പോൾ ഏതായാലും ഈ കാറിൻ്റെ ആവശ്യമില്ല. എൻ്റെ കയ്യിൽ 4 മെർസിഡസിൻ്റെ കാർ ഇരിക്കുന്നുണ്ട്. ആ കാറുകളൊക്കെ ഞാനൊരു ഷോറൂമിൽ പോയിട്ടാണ് അടിച്ചു മാറ്റിയത്. അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി കാണുക. നമുക്കിപ്പോൾ ഏതായാലും മൈക്കിളിൻ്റെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ഞാൻ മൈക്കിളിൻ്റെ വീട്ടിലേക്ക് എത്തിയേക്കാണ്. വണ്ടി നമുക്ക് ഈ ഗ്യാരേജിൽ പാർക്ക് ചെയ്യാം. സാധാരണ മൈക്കിളിന് മാത്രമേ ഈ ഗ്യാരേജിൻ്റെ ഡോറ് തുറക്കാൻ പറ്റുള്ളൂ. ഇതെന്താണാവോ, എനിക്കും തുറക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, മൈക്കിൾ ഇതെവിടെ കോഫിയൊക്കെ കുടിച്ചോണ്ടിരിക്കുക. മൈക്കിളെ, അതെ നീ നേരത്തെ ഒരു കാറിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞല്ലോ. എന്ത്, നീ ഇത് കണ്ടോ? പിന്നല്ലാണ്ട് ഞാനത് കണ്ടു. ടോച്ച് ചെയ്ത് നേരെ ലോസ് ആൻഡോസ് കസ്റ്റംസിലേക്ക് പോയി റിപ്പയർ ചെയ്തു, മോഡിഫൈ ചെയ്തു. എന്നിട്ട് നിന്റെ വീടിൻ്റെ ഗ്യാരേജിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും? നീ അത് റിപ്പയർ ചെയ്തോ? എനിക്ക് അതൊന്നും കാണണം. വന്ന് നോക്ക്. ഇതാണ് ആ വണ്ടി. ഇത് ലംബോർഗിനി അവന്റാഡറാ. ഓ വണ്ടി നൈസാണ് കേട്ടോ, ഒരു രക്ഷയില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഈ വണ്ടി മൈക്കിളിൽ തന്നെ വെച്ചോ. ഈ വണ്ടി എനിക്ക് സ്വന്തമായിട്ട് തരാൻ പോവാ? എനിക്കിപ്പോൾ ഏതായാലും ഇതിൻ്റെ ആവശ്യമില്ല. എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ കാർ ഇരിക്കുന്നുണ്ട്. താങ്ക്സ് ഡോ ഫ്രാങ്ക്ലിനെ. ഞാനിപ്പോൾ ഏതായാലും ഒരു കാർ എടുക്കാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു.